ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഏപ്രിൽ 25-ന് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാനായി എത്തുന്ന നമ്മുടെ ലാലേട്ടന്റെ ചിത്രമായിട്ടുള്ള തുടരും എന്ന മൂവിയുടെ ഒരു അറൈവൽ ടീസർ റിലീസായിട്ടുണ്ട്. 38 സെക്കൻഡുകൾ മാത്രമാണ് ഈ ടീസറിന്റെ ദൈർഘ്യം. പക്ഷേ ആ 38 സെക്കൻഡുകൾ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൈൻഡ് തരുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും ആ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. രജപുത്ര വിഷ്വൽ മീഡിയ, മമ്മൂക്ക, ലാലേട്ടൻ, കമലഹാസൻ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? വെട്ടണമെങ്കിൽ ഞാൻ പറയാം. இந்த தாடி இருந்தா ஆர்க்கடா பிரச்சனை ആർക്കടാ പ്രശ്ന? வெட்டന്നിல்ல രഞ്ജിത്ത്. டேய் இந்த தாடி இருந்தா ஆர்க்கடா பிரச்சனை ആർക്കടാ പ്രശ്ന? ഇൻ സിനിമാസ് ഏപ്രിൽ 25. അപ്പോ ടീസറിൽ തുടക്കത്തില് നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന നമ്മുടെ പഴയ ഒരു സിനിമയിലെ പാട്ടും, അതുപോലെ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ കമലഹാസൻ, ലാലേട്ടൻ ഇവരുടെയൊക്കെ ഫോട്ടോയൊക്കെ തൂക്കിയിട്ടുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത് അവരുടെ ജീവിതവുമായി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തൊഴിലുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്ത് ഇതുപോലെ ഫിലിം ആക്ടേഴ്സുമായിട്ടൊക്കെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ടായിരിക്കാം സിനിമയിൽ ആ ഫോട്ടോയെ അവർ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ താടി എടുത്താൽ കൈവെട്ടും എന്ന് ശോഭന പറയുന്നത് പോലെ, അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ആർക്കടാ താടി എടുത്താ പ്രശ്ന എന്ന് ചോദിക്കുന്നത്. മുമ്പ് ലാലേട്ടൻ താടി വച്ചിരുന്ന സമയത്തൊക്കെ എല്ലാ പേരും ലാലേട്ടൻ താടി എടുത്ത് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോ അതും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ ഡയലോഗ് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇന്ന് കണ്ട ഈ അറൈവൽ ടീസറിലെ ഈ സീൻ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു 38 സെക്കൻഡ് ഈ ഒരു സീൻ മാത്രം നമ്മൾ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീല് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് നമ്മൾ മൊത്തം വിലയിരുത്തുകയാണെങ്കിൽ ഷൺമുഖൻ എന്ന ഒരു സാധാരണ ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ എത്തുന്നത്. പക്ഷേ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ എന്തോ വലിയ ഒരു ട്വിസ്റ്റ് ഈ ചിത്രത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ദൃശ്യം മോഡൽ സിനിമ പോലെ ആയിരിക്കാം. എന്തായിരുന്നാലും ഒരു ഫാമിലി എന്റർടൈനർ മൂവിയായിട്ടാണ് ചിത്രം എത്തുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ലാലേട്ടന്റെ അടുത്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രം തന്നെയായിരിക്കും തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോ എന്തായിരുന്നാലും ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഏപ്രിൽ 25-ന് കണ്ടതിന് ശേഷം നമുക്ക് റിവ്യൂ ചെയ്യാം. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും മറ്റ് സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.